ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാനവകുലത്തിന് ശാന്തിയും പ്രത്യാശയും പകർന്നുകൊണ്ട് ക്രിസ്മസ് വരവായി. നക്ഷത്രങ്ങൾ ഒരുക്കിയും ക്രിസ്മസ് ട്രീ ഒരുക്കിയും പുൽക്കൂട് ഒരുക്കിയും ഭാഗ്യമായി നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 25 ദിവസം നോമ്പ് നോറ്റും പരിത്യാഗം ചെയ്തും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചും ആത്മീയമായിട്ടും നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് നമ്മുടെ മുൻപിൽ വെക്കുന്ന 9 സന്ദേശങ്ങളുണ്ട്. ഒന്നാമതായി ഉപവിയുള്ളവരാകുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവന് മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈവം തന്നെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി ദൈവം ഭൂമിയിൽ അവതരിക്കുന്നു. മനുഷ്യ മക്കളുടെ കൂടെ ആയിരിക്കുവാനായി, ഇമ്മാനുവേൽ ആയിരിക്കുന്നതിനായിട്ട് ദൈവം തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിൽ പിറക്കുകയാണ്. രണ്ടാമതായിട്ട് മനുഷ്യത്വമുള്ളവരായിരിക്കുക. ജാതിയുടെയും മതത്തിന്റെയും പേരിനും പ്രശസ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ സ്നേഹപൂർവ്വം സഹായിക്കാനും ശുശ്രൂഷിക്കുവാനും നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് സ്വയം നവീകരിക്കുക. പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും യേശുവിന്റെ വരവറിയിച്ചപ്പോൾ തങ്ങൾക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകള്, പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ച വഴിയിലൂടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. കാലിത്തൊഴുത്തിൽ ഇടം കിട്ടാതാകുന്നതും ഈജിപ്തിലേക്കുള്ള യാത്രയും വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും ദൈവത്തിനു വേണ്ടി അവർ സ്വയം നവീകരിച്ച് ഒരുങ്ങി തയ്യാറാകുകയാണ്. നാലാമതായിട്ട് ദൈവവുമായി ഉറ്റ സൗഹൃദം സ്ഥാപിച്ചെടുക്കുക. നമ്മുടെ ഇടയിൽ വസിക്കുന്ന യേശുനാഥനുമായിട്ട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ആഴപ്പെട്ട ബന്ധത്തിൽ രൂപപ്പെടുവാനായിട്ട് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുവാന്, അവരെ സഹായിക്കുവാന്, അവരുടെ ബുദ്ധിമുട്ടുകളിൽ പങ്കുചേരുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ത്യാഗ ചൈതന്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ ജീവിതം ദൈവത്തിനു വേണ്ടി ഏറ്റവും ത്യാഗപൂർവം ജീവിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സഹായം ചെയ്തുകൊണ്ട് ജീവിക്കുവാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തില് പ്രതിസന്ധി ഘട്ടങ്ങള്, വേദനകള്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു ദൗത്യം നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സഹിഷ്ണുതയുള്ളവരാകണം നമ്മൾ. നമ്മുടെ ജീവിതത്തില് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ സഹിഷ്ണുതയോടുകൂടി ജീവിക്കുവാന്, പ്രവർത്തിക്കുവാന് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും യേശുനാഥൻ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യ മക്കളുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വന്നതിന്റെ മൂല്യവും അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ക്രിസ്തുവിനു വേണ്ടി രൂപപ്പെടുത്തിയെടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നിലൂടെ ക്രിസ്തു മറ്റുള്ളവരെ
അറിയുവാന്, മനസ്സിലാക്കുവാന്, ഗ്രഹിക്കത്തക്ക രീതിയിൽ എന്റെ ജീവിതവും എന്റെ പ്രവർത്തനവും രൂപപ്പെടുത്തിയെടുത്താൽ ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും നമ്മളിലുള്ള ക്രിസ്തുവിനെ പോലെ തന്നെ മറ്റുള്ളവരുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. അടുത്തതായി, ലക്ഷ്യബോധമുള്ളവരായിരിക്കുക. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യവർഗത്തെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിച്ച് തന്റെ ജീവിതവും സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഒരു പുത്രനായി ലോകത്തിൽ ജനിച്ച് മനുഷ്യന് രക്ഷ നേടിക്കൊടുത്തു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവം ദാനമായിട്ട് തന്ന ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടുകൂടി, ചൈതന്യത്തോടുകൂടി ലളിതമായ ജീവിതം നയിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. സ്വയം ശൂന്യവൽക്കരിക്കുക. പിതാവായ ദൈവം സ്വയം ശൂന്യവൽക്കരിച്ച് പുത്രനായി ഈ ലോകത്തിൽ അവതരിച്ച് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച പിതാവായ ദൈവം തന്റെ പുത്രന് ജനിക്കുവാനായിട്ട് കാലിത്തൊഴുത്താണ് ലഭിച്ചത്. അതുപോലുള്ള സഹനങ്ങള്, പ്രതിസന്ധി ഘട്ടങ്ങള് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും മാല ബൾബുകളും ക്രിസ്മസ് ട്രീകളും അലങ്കാരങ്ങളും ആഘോഷങ്ങളും കുറെ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, ക്രിസ്തു ദാനമായിട്ട് തന്നിരിക്കുന്ന ഈ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പുൽക്കൂട്ടി ജനിച്ച പൊന്നുണ്ണി നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു.